പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്താനിരിക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 3 ഇടങ്ങളിൽ ബോംബ് ഭീഷണി. കോർപ്പറേഷൻ, സിഇടി, ജില്ലാ കോടതി എന്നിവിടങ്ങളിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, ഇപ്പോൾ 3 ഇടത്താണ് ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. എന്തായിരുന്നു സന്ദേശം? മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, രണ്ടാഴ്ചക്കിടയിലുള്ള 14ാമത്തെ ബോംബ് ഭീഷണി സന്ദേശമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ലഭ്യമായിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, നഗരസഭ ഉൾപ്പെടെ 3 ഇടങ്ങളിലാണ് ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. നഗരസഭാ സെക്രട്ടറിക്കാണ് ഇമെയിൽ സന്ദേശം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ കോടതി, തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കോടതി, സിഇടി എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ 3 ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. ഈ 3 ഇടങ്ങളിലും ബോംബ് വെച്ചിട്ടുണ്ട്, ബോംബ് പൊട്ടും എന്നുള്ള രീതിയിലാണ് ആ സന്ദേശം എത്തിയിട്ടുള്ളത്. വ്യാജ സന്ദേശമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നുള്ളത്. അതേസമയം തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന സൈബർ സെല്ലിന്റെ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത്. അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് തലസ്ഥാന നഗരം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് SPGയുടെയും ഒപ്പം തന്നെ കേരള പോലീസിന്റെയും പരിശോധനകളും വ്യാപകമായ ഡോസ് കോഡിന്റെ നിരീക്ഷണവും ഒക്കെ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചും പോലീസ് നടത്തുകയാണ്. ഇതിന് തൊട്ട് മുൻപിലാണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വ്യാജ സന്ദേശം എത്തുന്നത്. വ്യാജം തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ സുരക്ഷ കർശനമാക്കണമെന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ അടക്കം നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ഇന്റലിജൻസിനടക്കം തലസ്ഥാന ജില്ലയിൽ ഇത്രയധികം വ്യാപകമായിട്ടുള്ള ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നതിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. അതിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തതിൽ സൈബർ വിങ്ങിനോട് വലിയ രീതിയിലുള്ള അമർഷം നിലവിൽ ഇന്റലിജൻസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇനി മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ സുരക്ഷയും പരിശോധനയും തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം എത്തിയിട്ടുള്ളതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണ്. അതേസമയം തന്നെ റെയിൽവേ സ്റ്റേഷൻ, ആളുകൾ കൂടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പരിസരവും കേന്ദ്രീകരിച്ചും പോലീസിന്റെയും ഡോസ്കോഡിന്റെയും പരിശോധനകളും നിരീക്ഷണവും തുടരുകയാണ്. SPGയുടെ പ്രത്യേക യൂണിറ്റും തലസ്ഥാനത്ത് തുടരുന്നുണ്ട്. കൂടാതെ തന്നെ സംശയാസ്പദമായ ആരെങ്കിലും കണ്ടാൽ അവരെ ചോദ്യം ചെയ്യാനും അവരെ നിരീക്ഷിക്കാനുമുള്ള നിർദ്ദേശം കേന്ദ്ര ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും SPGയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസിന് നൽകിയിട്ടുമുണ്ട്. എന്തായാലും അടിയന്തരമായി തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്താനും ഒപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷ കർശനമാക്കാനുമാണ് സംസ്ഥാന പോലീസിന്റെ തീരുമാനം. അതിനുള്ള ശ്രമങ്ങളും നടപടികളും തുടരുകയാണ്. ഈ 3 കേന്ദ്രങ്ങളിലും ഡോസ് കോഡിന്റെ പരിശോധനയും ഈ മണിക്കൂറിൽ തുടരുന്നുണ്ട്. ദേവിക.